യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹീതരായവരെ, ഈ മെയ് മാസത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഈ മാസത്തെ അവസാനത്തെ ശുശ്രൂഷയാണ്. നാളെ മുതൽ നിയോഗ പ്രാർത്ഥന, ഉപവാസത്തോടെയുള്ള ഒരു നേരത്തെ ഭക്ഷണം മാറ്റിവെച്ചുകൊണ്ടുള്ള ഉപവാസത്തോടെയുള്ള 10 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ്. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവം തൻ്റെ അനുഗ്രഹത്തെ പകരാൻ പദ്ധതിയിടുന്ന സമയമാണിത്. പദ്ധതിയുള്ള സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രചോദനം കിട്ടുന്നത്. ജനത്തിന് ദൈവാനുഗ്രഹം എത്താൻ, അവരുടെ ജീവിതത്തിൽ അത് വരാൻ ചില നിമിത്തങ്ങളും ചില ഉപകരണങ്ങളും ആവശ്യമാണ്. നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ, വിടുതലുണ്ടാകാൻ ദൈവം ഒരുക്കിയ ഒരു ഉപകരണവും ഒരു ശുശ്രൂഷയുമാണ് ഉപവാസ നിയോഗ പ്രാർത്ഥന. അങ്ങനെ ഒരു അവസരം ദൈവം തരുമ്പോൾ ഞാൻ എന്തിന് അത് ഒഴിവാക്കണം? ഞാൻ എന്തിനത് പങ്കെടുക്കാതിരിക്കണം? എനിക്ക് ദൈവം തരുന്നൊരവസരമാണ്. ഞാനൊരു നിയോഗം വെച്ച് പങ്കെടുക്കുകയാണ്. ഞാൻ അറിയാത്തൊരു നന്മ എൻ്റെ ജീവിതത്തിൽ വരും. നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുക, എന്താണത്? ദൈവവചനം കേൾക്കുന്നു, ആ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു, അത് പഠിക്കുന്നു, ആ വചനത്തിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഞാനൊരു കാര്യം ഇന്നത്തെ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാം. സങ്കീർത്തന പുസ്തകം 107 അധ്യായം 20 വാക്യം, അവൻ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി എന്നാണ്. വചനത്തിന് രോഗികളെ സുഖപ്പെടുത്താൻ കഴിവില്ലായിരുന്നെങ്കിൽ ഈ വചനം അവിടെ എഴുതി വയ്ക്കില്ലായിരുന്നു. ഈ വചനം അവിടെ എഴുതി വച്ചതിൻ്റെ അർത്ഥം എന്താ? വചനത്തിന് രോഗികളെ അങ്ങനെയുള്ള അവസ്ഥയെ സൗഖ്യമാക്കാൻ കഴിവുണ്ടെന്ന അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 3 വാക്യം, വചനത്തിന് ഒരു വ്യക്തിയെ, കുടുംബത്തെ വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അവൻ വചനമയച്ച് അവരെ വിശുദ്ധീകരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വചനത്തിന് വിശുദ്ധീകരിക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 3 വാക്യം അവിടെ എഴുതില്ലായിരുന്നു. വചനത്തിലൂടെ ഒരാളുടെ ജീവിതം, ഭാവി, ആരോഗ്യം, കുടുംബം, ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാകും. അതാണ് വെളിപാട് ഗ്രന്ഥം 1 അധ്യായം 3 വാക്യം, ഈ പ്രവചനത്തിലെ വാക്കുകൾ കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അത് സ്വീകരിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടവർന്ന്. വചനത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ ഈ വചനം ഈ ഭാഗത്ത് എഴുതുകയില്ലായിരുന്നു. ഇതെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്, വചനത്തിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിവുണ്ട്, വചനത്തിന് നിങ്ങളെ അനുഗ്രഹമാക്കാൻ കഴിവുണ്ട്. ആ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള 10 ദിവസമാണിത്. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ അങ്ങനെ അല്ലായിരിക്കാം, എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് അങ്ങനെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കാം, രാവിലെ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കാം, വചനം കേൾക്കാം. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 11 വാക്യം, നാളെ തുടങ്ങുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ദൈവം നൽകിയൊരു വചനമാണ്. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം ഒന്നുകൂടെ വായിച്ചേ. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. അതിനു വേണ്ടി ദൈവം ഒരുക്കുവാണ്. നിങ്ങൾക്ക് എതിർപ്പുകളുണ്ട്, വെല്ലുവിളിയുണ്ട്, തടസ്സമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതിലൂടെയൊക്കെ പോകാൻ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ദൈവമേ, അങ്ങയുടെ വഴി എന്നെ കാണിച്ചു തരണമേ. അതിലൂടെ നിരപ്പായ വഴിയിലൂടെ, ദൈവം ഒരുക്കുന്ന വഴിയാണ്, നിരപ്പായ വഴിയിലൂടെ എന്നെ നയിക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചു? സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളും പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. എന്താ തീരുമാനിക്കേണ്ടതെന്ന് അറിയില്ല, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. എനിക്കൊരു വീടില്ല, എനിക്ക് അങ്ങയുടെ വഴി കാണിച്ചു തരണം. എനിക്കൊരു കുടുംബജീവിതമില്ല, എനിക്ക് അങ്ങയുടെ വഴി കാണിച്ചു തരണമേ. എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. ഒത്തിരി സാമ്പത്തിക പ്രശ്നമുണ്ട്, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ ദൈവത്തിൻ്റെ വഴി നമ്മളെ കാണിച്ചു തരാൻ ദൈവം ഒരുക്കുന്ന സമയമാണ് ഉപവാസ നിയോഗ പ്രാർത്ഥന. നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങളോടൊപ്പം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സങ്കീർത്തനം 32 അധ്യായം 8 വാക്യം, 27 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം 32 സങ്കീർത്തനം 8 വാക്യം നോക്കൂ. ഉത്തരം കൊടുക്കുവാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരും. കണ്ടോ, 27 സങ്കീർത്തനത്തിൽ ദൈവമേ
എനിക്ക് വഴി കാണിച്ചു തരണമെന്ന് ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. സങ്കീർത്തകന് ദൈവം ഉത്തരം കൊടുത്തു. 32-ാം അധ്യായം 8-ാമത്തെ, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരും, ഒരുക്കി തരും. അടുത്തതോ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കും, നിന്റെ മേൽ എൻ്റെ കണ്ണുണ്ടാവും. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ കണ്ണുണ്ട്, ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ട്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിങ്ങൾ നാളത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായ വചനങ്ങളാണ്. ഇന്നേ ശരീരത്തെയും മനസ്സിനെയും വീടിനെയും എല്ലാം ഒരുക്കണം. പരമാവധി ആളുകളോട്, കുടുംബക്കാർ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ എല്ലാവരോടും പറയുക. എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവരും സ്വീകരിക്കത്തില്ല. ഇത് ഗ്രൂപ്പിൽ ഇടരുതെന്ന് പറഞ്ഞവരുണ്ട്, ഇത് ഗ്രൂപ്പിൽ ഇട്ടതിൻ്റെ പേരിൽ പിണങ്ങിയവരുണ്ട്, ദേഷ്യപ്പെട്ടവരുണ്ട്, ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്താക്കിയതുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അവർക്കൊന്നും കൊടുക്കണ്ട. ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അയച്ചു കൊടുക്കുക. പ്രചോദനം കിട്ടുന്നവർ, ദൈവനിയോഗമുള്ളവർ പങ്കെടുക്കട്ടെ. എനിക്ക് മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് സഭാവ്യത്യാസമന്യാണ്, ജാതി മതഭേദമന്യാണ്. ആരുമാകട്ടെ, നമ്മൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അത് ദൈവവചനത്തിലൂടെ. സങ്കീർത്തനം അങ്ങനെ ചോദിച്ചത്, എനിക്ക് വഴി അറിയില്ല, എന്നാ ചെയ്യണമെന്നറിയില്ല, ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണ്, എനിക്ക് നടക്കേണ്ട വഴി കാണിച്ചു തരണം, എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്, നിരപ്പായ വഴിയിലൂടെ എന്നെ നയിക്കണമെന്ന്. അതുകൊണ്ടാണ് നിരപ്പായ വഴിയിലൂടെ നയിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ദൃഷ്ടി നിന്നിൽ ഉറപ്പിക്കും. ദൈവം നയിക്കുമ്പോൾ ചുമ്മാ അങ്ങ് പൊക്കോളാൻ പറയും, ഇതിലേ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് തിരിഞ്ഞ് അങ്ങ് പൊക്കോളാൻ പറയുകയല്ല. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ കൈ പിടിച്ച് നടത്തുമെന്ന്. നമ്മളൊരാൾ വഴി ചോദിച്ചാൽ അവർ പറയില്ലേ, നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ മതി, അല്ലെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി എന്ന് പറയും, അല്ലെ അങ്ങോട്ട് അയച്ചു തരാൻ പറയും. ദൈവം അങ്ങനെയല്ല, എൻ്റെ കൂടെ നടന്ന് ദൃഷ്ടി ഉറപ്പിച്ച് എനിക്കൊരാപത്ത് വരാതെ, അപകടം വരാതെ സുരക്ഷിതമായി എന്നെ നയിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ 10 ദിവസം ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടാകട്ടെ. 10 പരീക്ഷയ്ക്ക് സ്കൂളിലേക്കൊക്കെ പോകുന്നവരുണ്ട്, പുതിയ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരുണ്ട്, പല കാര്യങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ, നല്ല ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദൈവം ഒരുക്കുന്ന 10 ദിവസമാകട്ടെ ഈ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനിടയിൽ 2 വെള്ളിയാഴ്ചയുണ്ട്. ആ 2 വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സമയവും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ ഒരുങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് വരാനൊന്നും ഒക്കത്തില്ല, ദൂരം കൂടുതൽ, അസാരമില്ല, നിങ്ങൾ വീട്ടിലിരുന്ന് ഈ ഒരു ഓൺലൈൻ പ്രാർത്ഥനയിലൂടെ പങ്കെടുത്താൽ മതി. ധാരാളം ആളുകൾ പങ്കെടുക്കും. ഞങ്ങൾക്ക് ധാരാളം എഴുത്തുകൾ വന്നു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കെട്ടുകണക്കിന് എഴുത്തുകളും ഇമെയിലുകളും വാട്സപ്പ് മെസ്സേജുകളും ഞങ്ങൾക്കുണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. എല്ലാവർക്കും വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥന 3 നിയോഗമാണ് വയ്ക്കുന്നത്, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്. സാധിക്കുന്നവരോട് പറയുക. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ആത്മാർത്ഥതയോടെയും ഏറ്റവും സത്യസന്ധമായിട്ടുമാണ്. വേറെ ദുരുദ്ദേശങ്ങളില്ല. 2 വഴക്കോ ബഹളമോ ശത്രുതയോ അസൂയോ ഒന്നും കൂടാതെ, ആരാ വലുത്, ഞാനാ വലുത്, പുള്ളിയാണോ വലുത്, ഈ ചിന്തയില്ലാതെ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരും അനുഗ്രഹിക്കപ്പെടണം. എൻ്റെ വീടിരിക്കുന്ന 4 ചുറ്റും നിൽക്കുന്ന വീടുകളും അനുഗ്രഹിക്കപ്പെടണം. ആരോടും വഴക്കും ദേഷ്യവും പിണക്കവും വേണ്ട, സ്നേഹത്തിലാകട്ടെ. നാളത്തെ ദിവസത്തിന് വീടൊരുങ്ങണം, മനസ്സൊരുങ്ങണം, ശരീരം ഒരുങ്ങണം. എന്നിട്ട് പ്രാർത്ഥന എഴുതി വയ്ക്കണം. എന്നിട്ട് ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. വചനം നിങ്ങളെ സഹായിക്കും, ശക്തിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ രാവിലത്തെ പ്രാർത്ഥന തന്നെ നിങ്ങൾക്കൊരു വലിയ വിടുതലായി മാറും, അനുഗ്രഹമായിട്ട് മാറും. ഒരുപാട് സാക്ഷ്യങ്ങൾ ദൈവം ഒരുക്കും. പ്രാർത്ഥിക്കാം. ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിയവരുണ്ട്, ഒരുങ്ങാത്തവരുണ്ട്, ഇന്ന് അതിനുവേണ്ടി അറിയുന്നവരുണ്ട്. നിങ്ങളുടെ 3 നിയോഗം എഴുതി വയ്ക്കുക. അതിനുവേണ്ടി ഒരുങ്ങിയവർക്ക് വേണ്ടിയും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയും, അല്ല ആഗ്രഹമില്ല എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ജാതി മത ഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. ഈ വചനം കേൾക്കാം, ഡയറിയിൽ എഴുതി വയ്ക്കാം, വിശ്വസിക്കാം. ഞാനൊരു സാക്ഷ്യമായി മാറും എന്ന് നിയോഗം ഒരു നേർച്ച പോലെ എഴുതി വയ്ക്കും. ഞാനൊരു സാക്ഷ്യമായി മാറും. എൻ്റെ നാവ് കൊണ്ടൊരു സാക്ഷ്യം പറയുമെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതവും ഒരു സാക്ഷ്യമായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മെയ് മാസത്തെ 10 ദിവസത്തെ ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ്. രാവിലെ 5:30
അതിൽ പങ്കെടുക്കുന്ന എല്ലാ ആ നിയോഗം കിട്ടിയവരെ ഓർക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകണം. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യമാകണം. പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയായി, ഒരു അനുഗ്രഹവും കിട്ടിയില്ലെന്ന് പറയാനിടയാകരുത്. ഞാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിന് വേണ്ടി ഇതിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാ വൈദികരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, പ്രായമായവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ. നിങ്ങളെല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണം. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. ഒരുപാട് കുടുംബത്തിലെ വിള്ളലുകളൊക്കെ പരിഹരിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹമായി കൊടുക്കട്ടെ. ദൈവം അനുഗ്രഹമായി കൊടുക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ദൈവം അനുഗ്രഹമുള്ള ജോലി ഒരുക്കി തരട്ടെ. നല്ല വഴികളുണ്ടാകട്ടെ, നല്ല നന്മകളുണ്ടാകട്ടെ, സന്തോഷവും സമാധാനവും ദൈവം ഒരുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അധ്യാപകർക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ആ ഒരു ബോധ്യമുള്ളവർ പങ്കെടുക്കാൻ പറയുക. എല്ലാവരും പങ്കെടുക്കട്ടെ. എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന നാളെ നമുക്ക് 5:30 ഉപവാസ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഈ വീഡിയോ ഒക്കെ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ആഗ്രഹമുള്ളവർ, നിയോഗം കിട്ടിയവർ പങ്കെടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കാണാം. നാളെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൻ്റെ തുടക്കമാകട്ടെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ.